വിജേട്ടാ നമസ്കാരം. നമസ്കാരം. വിജേട്ടാ, E20 പെട്രോൾ അത് കഴിഞ്ഞപ്പോൾ E85 ആയി. അത് കഴിഞ്ഞ് സമ്പൂർണ്ണമായിട്ട് എത്തനോളിന്റെ പെട്രോളിലേക്ക് നമ്മുടെ രാജ്യം കടക്കുകയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉള്ളതുപോലെ പറയണമല്ലോ. ഈ ജനങ്ങൾ പലരും ആശങ്കാകുലരാണ്. പക്ഷേ അപ്പോഴും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് ഇതിന് പ്രശ്നമൊന്നുമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു മാഫിയ ഉണ്ടല്ലോ, എല്ലാത്തിലും വലിയൊരു മാഫിയ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ പഴയ വണ്ടികളിൽ നിന്ന് പുതിയ വണ്ടികളിലേക്ക് ജനം ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തകർന്നു പോകുന്ന ഒരുപാട് കച്ചവടങ്ങളുണ്ട്, ഒരുപാട് വർക്ക്ഷോപ്പുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ കേരളത്തിൽ പ്രിയദർശിനി വന്നപ്പോൾ ഇവിടെയുള്ള സ്വകാര്യ ബസ്സുകളുടെ പല ആൾക്കാരുടെയും പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പിന്നെ റാപ്പിഡോ വന്നപ്പോ ഓട്ടോക്കാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനൊന്നും ജനം എന്ത് ചെയ്തില്ല, അനുകൂലിച്ചില്ല. കാരണം ഈ ഓട്ടോക്കാരന്മാരുടെ മുട എന്ന് പറഞ്ഞാൽ ചില്ലറ മുടയല്ല. ഞാൻ ഓട്ടോക്കാർക്ക് എതിരല്ല, എങ്കിലും പറയുകയാണ്. കാരണം നമ്മളൊക്കെ അനുഭവസ്ഥരാണല്ലോ. കാരണം അവർക്ക് തോന്നിയ സ്ഥലത്ത് അവർ പോകുമ്പോൾ മാത്രമേ അവരെന്ത് ചെയ്യുള്ളൂ, വരുവുള്ളൂ. നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് അവർ പോകത്തില്ല. അവർ യൂബറിൽ തന്നെ ആണെങ്കിൽ അവര് ഒരു ലൊക്കേഷൻ നമ്മൾ ഇട്ടിട്ട് അവർ അങ്ങോട്ടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർ ആ ലൊക്കേഷന്റെ തൊട്ടപ്പുറത്തേക്ക് ഒരു 5 അടി ഒന്ന് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരില്ല. ചിലപ്പോൾ ഒരു രോഗിയെ കൊണ്ടൊക്കെ നമ്മൾ നിൽക്കുകയായിരിക്കും. രോഗിക്ക് ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അല്ലെങ്കിൽ ഓട്ടോ വീട്ടിന്റെ ഫ്രണ്ടിൽ വരും, നമ്മൾ ഗേറ്റ് തുറന്നിട്ട് ഒന്ന് അകത്തേക്ക് കയറ്റാമോ, കാരണം ഒരാളെ ഒന്ന് ഇരുത്തണം എന്ന് പറയുമ്പോഴില്ല, അകത്ത് കയറില്ല, ഇതാണ് എന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ് അവർ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പോരാത്തത് നമുക്കറിയാം ഓട്ടോക്കാർ എന്തൊക്കെയാണ് ഇവിടെ അട്രോസിറ്റീസ് കാണിക്കുന്നത്. മീറ്റർ ഇടാറില്ല പല ഓട്ടോക്കാർ. മീറ്റർ ഇട്ടാൽ തന്നെ മീറ്ററിലെ പൈസയല്ല മേടിക്കുന്നത്, എനിക്ക് റിട്ടേൺ കിട്ടില്ല, ഇതൊരു പട്ടിക്കാടാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ റിട്ടേൺ പോകും എന്നൊക്കെ പറഞ്ഞ് കണക്ക് പറഞ്ഞ് മേടിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോഴാണ് റാപ്പിഡോ വരുന്നത്. അപ്പൊ ഈ ഓട്ടോക്കാർക്ക് അത് വലിയ തിരിച്ചടിയായി പോയി. ഞാനിപ്പോ റാപ്പിഡോ ആണ് ഞാൻ റാൻഡമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ റാപ്പിഡോയിൽ ആൾക്കാരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, റാപ്പിഡോയെ തകർക്കാൻ വേണ്ടി ഓട്ടോക്കാർ തന്നെ റാപ്പിഡോ ബുക്ക് ചെയ്യും. അത് ഏതെങ്കിലുമൊക്കെ പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തായിരിക്കും റാപ്പിഡോ ആൾക്കാരെ ബുക്ക് ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ ഈ റാപ്പിഡോക്കാർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തിയിട്ട് റാപ്പിഡോക്കാരെ മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു വിഭാഗം. ഇപ്പൊ എത്തനോൾ വരുമ്പോ പെട്രോൾ നമ്മുടെ രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയ പ്രശ്നം ഉണ്ടാകും. പോരാത്തതിന് വണ്ടികൾ, അതായത് ഇപ്പോൾ ഓടുന്ന വണ്ടികൾ, ആ വണ്ടികൾ വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ ആ വണ്ടികളുടെ സ്പെയർ പാർട്സ് ഒക്കെ ഇനി ഒരുപാട് വിൽക്കാനൊക്കെ ഒരുപാട് സ്ഥലത്തിരിപ്പുണ്ട്. അപ്പൊ അവർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് പ്രശ്നം. പിന്നെ ഏത് ഒരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാലും അയാൾ നമ്മളോട് ചോദിക്കുന്നത് E20 പെട്രോളാണോ അടിക്കുന്നത്, വലിയ പ്രശ്നമാണ്. ഇത് ശരിയല്ല, ഇത് നിങ്ങൾ ഡെയിലി വണ്ടി എടുത്തോളണം. അപ്പൊ നമ്മൾ വണ്ടിക്ക് എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താ, E20 പെട്രോളാണ് ഞാൻ അടിക്കുന്നത്, അപ്പൊ എന്റെ വണ്ടി നശിച്ചു എന്നായിരിക്കും ചിന്തിച്ചത്. പക്ഷെ അതൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയില്ലെന്ന് കേന്ദ്രം പറയുന്നു. പക്ഷെ വർക്ക്ഷോപ്പിൽ പോകുമ്പോൾ എല്ലാവരും E20 പെട്രോളിനെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ജനങ്ങൾ അതാണ് കേൾക്കുന്നത്. 40 കോടി രജിസ്റ്റേർഡ് വണ്ടിയുള്ള ഒരു രാജ്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ E20 പെട്രോള് സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് കാരണമായി. ജനങ്ങൾ തെരുവിലിറങ്ങും, അത് സംഭവിക്കും. ഇപ്പോൾ വരുന്ന വാർത്ത, ദ മോഡി ഗവൺമെന്റ് ഈസ് ലൈക്ലി ടു ഡിലേ ദ റോൾ ഔട്ട് ഓഫ് E25 പെട്രോൾ amid consumer concerns over lower fuel efficiency and potential impact on older vehicles. അതായത് മോദി സർക്കാർ ഇത് മനസ്സിലാക്കി, മോദി സർക്കാർ ഇത് ഡിലേ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കൺസ്യൂമർ കൺസേൺസ്, ഉപഭോക്താക്കൾക്കുണ്ടാകുന്ന ആ ഒരു ആവലാതി മനസ്സിലാക്കിയിട്ട് ഈ പഴയ വെഹിക്കിൾസിന്, ഓൾഡർ വെഹിക്കിൾസിന് ഇമ്പാക്ട് ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ആവലാതിയാണ്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ശരി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, നമ്മൾ E20 പെട്രോൾ അല്ലെങ്കിൽ E25 പെട്രോളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം, നമ്മൾ ഡിലേ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. The government is expected to give more time for ecosystem readiness before moving beyond E20. അതായത് ഏതൊരു സാധനം നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിലും അതിന് തയ്യാറായ, അത് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റം അവിടെ റെഡിയാക്കണം. ആ എക്കോസിസ്റ്റം ഒട്ടും റെഡിയാവാത്ത സാഹചര്യത്തിൽ E20 പെട്രോളാണ് ഇനി ഇത് അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേന്ദ്രം ഉണ്ടാക്കിയത്. അപ്പൊ ഇപ്പൊ അവർക്ക് മനസ്സിലായി ഇത് അങ്ങനെയല്ല. ജനങ്ങൾ ഇത് മാനസികമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകണം. ജനങ്ങൾ ഇത് അടിക്കുമ്പോൾ എന്റെ വണ്ടിക്ക് ഒരു കേടുപാടും സംഭവിക്കില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കി ജനങ്ങൾ ഇത് സ്വീകരിക്കണം. അപ്പൊ അതിന്റെ എക്കോസിസ്റ്റം ഒന്ന് റെഡി ആവട്ടെ, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം എന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് വലിയൊരു വാർത്തയാണ് സംഭവം. അപ്പൊ ഇത് വലിയൊരു പ്രതിഷേധം സൈഡിൽ കൂടെ ഉടലെടുത്ത് വരുന്നുണ്ടായിരുന്നു. അത് രാജ്യവ്യാപക പ്രതിഷേധമായിട്ട് ഉടലെടുക്കും, അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ അതിന് വലിയൊരു തട കൂടെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത്? കേന്ദ്രത്തിന്റെ ഈ നീക്കം ഫലം കാണുമോ? ഭാവിയിൽ നമുക്ക് E20 പെട്രോൾ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും? ഏത് മാറ്റവും ആദ്യം വരുമ്പോൾ ജനം സ്വീകരിക്കില്ല, സ്വാഭാവികം. ഞാൻ എന്റെ വ്യക്തിപരമായ ഒന്നൊരു ഉദാഹരണം പറയാം.
ഞാനൊരു കാർ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ഞാൻ കുറെ വർക്ക്ഷോപ്പുകാരെയും വണ്ടി വിദഗ്ധരെയുമായി സംസാരിക്കുന്നു. ഒരു ഓട്ടോമാറ്റിക് കാറാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഈ ഗിയറൊക്കെ ഷിഫ്റ്റ് ചെയ്ത് ടൗണിലൂടെയും ചെറിയ നഗരത്തിലൂടെയും പോകുന്ന ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ഓട്ടോമാറ്റിക് കാർ എടുക്കാമെന്ന്. അപ്പോൾ ഇവർ പറയുന്നത് ഓട്ടോമാറ്റിക് കാർ എടുക്കരുത്, ഗിയർ ഉള്ളത് എപ്പോഴും എടുക്കാവൂ, മൈലേജ് കുറവാണ് ഓട്ടോമാറ്റിക് കാറിന്. ശരിയാണ്, കുറച്ച് മൈലേജ് കുറവുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓട്ടോമാറ്റിക് കാറിന്റെ ഗിയർ എപ്പോഴും കംപ്ലൈന്റ് ആകാം. കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ വലിയ പണം നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഓട്ടോമാറ്റിക് ഗിയറിനെതിരെ വലിയത് അങ്ങനെ വന്നു. ഞാൻ പക്ഷെ ഓട്ടോമാറ്റിക് ഗിയർ എടുത്തു 2017, 2026, 9 വർഷമായിട്ട് ഒരു പോറൽ പോലും ആ ഗിയറിന് എടുത്തില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ റഫായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇതുവരെ ഈ ഓട്ടോമാറ്റിക് ഗിയറിന് കംപ്ലൈന്റ് സ്വാഭാവികമായി വരുന്ന കുറച്ചു പേർക്കല്ലാതെ വലിയ രീതിയിൽ കംപ്ലൈന്റ്. അപ്പോഴിവർ പറഞ്ഞെന്താ അറിയാം, ഇതൊന്നും ഒറിജിനൽ അല്ല, ഗൾഫിലാണ് ഓട്ടോമാറ്റിക് ഒറിജിനൽ ഉള്ളതെന്ന്. ആയിക്കോട്ടെ, നമുക്ക് വിരോധമില്ല. അതിനുശേഷം ഞാനൊരു സ്കൂട്ടർ എടുക്കാനായിട്ട് ഈ അടുത്ത സമയത്ത് എടുത്തില്ല. എൻ്റെ കയ്യിലൊരു വണ്ടിയുണ്ട് സ്കൂട്ടർ. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഇലക്ട്രിക്കൽ സ്കൂട്ടർ എടുക്കാൻ ആലോചിക്കുന്നു. അപ്പോഴും ഈ ടീമുകൾ, വർഷപ്പുകാരാണ് കൂടുതൽ, ഇലക്ട്രിക് എടുക്കരുത്, അപകടമാണ്, കത്തിപ്പോവും, പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടികളെ ഉള്ളൂ സ്കൂട്ടർ ജനം തള്ളിക്കളഞ്ഞത്. ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ പിന്നീട് വണ്ടികളിൽ ഈ ഇലക്ട്രോണിക്സ്, ഈ എന്താ പറയുന്നത്, GPS സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മറ്റുമൊക്കെ പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങളാണ് ഇന്ന് ഭൂരിപക്ഷം ഉള്ളത്. അപ്പോൾ പറയുന്നത് എന്താണ്, അപ്പോൾ അതിനെതിരെ പറഞ്ഞത് എന്താണ്, എടുക്കരുത്. കാരണം ഒരു ചെറിയ വയറിങ്ങിന്റെ പ്രശ്നം വന്ന വണ്ടി നിന്ന് പോകും, പിന്നെ അത് അഴിച്ചു പണിയണമെങ്കിൽ ലക്ഷങ്ങൾ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. ഇന്ന് ഈ അങ്ങനെ അല്ലാത്ത ഈ സെൻസർ ഇല്ലാത്ത ഏത് കാറുണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിൽ? ഏത് കമ്പനി ഇറക്കുന്നുണ്ട്? കാരണം എന്ത് പറ്റി? ഇതിനകത്ത് പകുതി വർഷോപ്പുകാർ കൂട്ടിപ്പോയി. കാരണം ഇവൻ കാലം മാറുന്നതനുസരിച്ച് ആ ടെക്നോളജി അവൻ പഠിച്ചില്ല, അത് അവന്റെ കുഴപ്പം. കാരണം ഈ ടെക്നോളജി പഠിക്കാനായിട്ട് IIT പോകേണ്ട ആവശ്യമില്ല. ഈ ടെക്നോളജി ഇവൻ എങ്ങനെയാണ് വർക്ക്ഷോപ്പിലെ മെക്കാനിക് ആയത്, ഇല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരു വ്യക്തി ആയത് എങ്ങനെയാണ്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുകയാണ്, അത് ITA പോയിട്ട് വന്ന് നിൽക്കുകയാണ്? അല്ല, ഒരു ആശാന്റെ കീഴിൽ നിന്ന് പണി പഠിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. ഈ ആശാൻ പഠിച്ചത് വേറൊരാളുടെ കീഴിൽ നിന്നിട്ടാണല്ലോ. അപ്പൊ എന്താണ്, ഇന്നിപ്പോ പല വർക്ക്ഷോപ്പുകാരും ഈ സെൻസറുകളെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, സെൻസറുകളുള്ള വണ്ടികൾ നന്നാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാലം മാറി. ഇതേപോലെ G-Pay വന്നു ഇന്ത്യയിൽ. കേരളത്തിലെ ബഹുഭൂരിപക്ഷം കടക്കാരും ആളുകളും പറഞ്ഞു ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യും? എന്തിന് P. ചിദംബരം പറഞ്ഞല്ലോ പാർലമെന്റിൽ, ഇതൊക്കെ വല്ല നടപ്പുള്ള കാര്യമാണ്? കേരളത്തിന്റെ ധനശാസ്ത്രജ്ഞൻ തോമസ് ഐസക് ചിരിച്ചു. ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാണ്? കപ്പലിന്റെ കച്ചവടക്കാരൻ ഇത് എടുക്കുമെന്ന്. ഇന്ന് കപ്പലിന്റെ കച്ചവടക്കാരൻ G-Pay ഉണ്ടെങ്കിലേ കപ്പലിന്റെ 10 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്നുള്ള അവസ്ഥ എത്തി. ഇത് എന്ത് വന്നാലും സ്വാഭാവികമായിട്ടൊരു എതിർപ്പ് വരും. ഈ കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഞാൻ ഈ 3ാം കേന്ദ്ര സർക്കാരിൽ കാണുന്ന 2 പരാജയങ്ങളുണ്ട്. അതായത് 2 മന്ത്രിസഭകൾ, അതായത് 2 വകുപ്പുകൾ. അതിലൊന്ന് വിദ്യാഭ്യാസ വകുപ്പും മറ്റൊന്ന് ഈ ഉപരിതലാഗത വകുപ്പും. നല്ലൊരു മന്ത്രിയാണ് നിതിൻ ഗഡ്കരി, ഏറ്റവും മികച്ച മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തി കൊണ്ട് മാത്രമാണ് ഇന്ത്യ കണക്റ്റഡ് ഇന്ത്യയായി മാറുന്നത്. എല്ലായിടത്തെയും ഹൈവേകൾ അദ്ദേഹം വിപുലീകരിച്ചു, ചോദിക്കുന്നിടത്തെല്ലാം റോഡ് കൊടുത്തു. ഒരു ഗതാഗതത്തിന് വലിയ, അതായത് ഉപരി ജലഗതാഗതമായാലും റോഡായാലും വലിയ വികസനം ചെയ്തൊരു ഒരു മന്ത്രി തന്നെയാണ്, യാതൊരു സംശയവും അതിനകത്തൊന്നുമില്ല. ധർമ്മേന്ദ്ര പ്രധാൻ പെട്രോളിയം വകുപ്പും ഇരുന്ന പാർട്ടിയാണ്, അദ്ദേഹം നല്ല മന്ത്രിയാണ്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഈ 3ാം മന്ത്രിസഭ, മോദി മന്ത്രിസഭ ആയപ്പോഴേക്കും ഇവർ 2 കൂട്ടരും കൊണ്ടിരുന്ന സാധനങ്ങൾ ചിലതൊക്കെ വലിയ പഴി കേൾക്കാനും പരാജയപ്പെടാനും ഇടയാക്കി. അതിൽ വിദ്യാഭ്യാസം ചീറ്റിപ്പോകുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയാണ് അടുപ്പിച്ച് ചീറ്റുകയാണ്. കാരണം ഈ കൊണ്ടുവരുന്ന സാധനം പെട്ടെന്ന് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യും. അതായത് ഈ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ, അത് നരേന്ദ്രമോദി സർക്കാർ പല കാര്യങ്ങളും കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പലയിടത്തും പല സ്റ്റേറ്റിലും അത് ടെസ്റ്റ് ഡോസ് ആയിട്ട് കൊടുക്കും. ഏകീകൃത സിവിൽ കോഡ് അവർ ആദ്യം എവിടെയാണ് നടപ്പാക്കിയത്? ഉത്തരാഖണ്ഡില്. അത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ആസാമിൽ നടപ്പാക്കി, UP നടപ്പാക്കി, ഇപ്പൊ ബംഗാൾ നടപ്പാക്കി. ഇപ്പം ഏകീകൃത സിവിൽ കോഡ് ഏതെങ്കിലും സ്റ്റേറ്റ് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു വിരോധവുമില്ല, ഒരു ബഹളവുമില്ല. കാരണം ഓരോ സ്റ്റേറ്റ് നടക്കും. ഇനിയിപ്പോ എന്താണ് കേന്ദ്ര സർക്കാർ അതിശോക്തി? ഇനിയിപ്പോ കേന്ദ്ര സർക്കാർ എന്താ വേണ്ടത്? പിന്നെ ഒരു നിയമം എല്ലാ സ്റ്റേറ്റിലും ഉണ്ടല്ലോ, ഇനി ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലായിടത്തും ഓൾറെഡി ഉള്ള നിയമമാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവരാൻ കഴിയും എളുപ്പത്തില്. അപ്പം ഇങ്ങനെയാണ് അവർ ഓരോന്ന് കൊടുക്കും. ഒരു കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കും. ഈ കർഷക ബില്ലിനെതിരെ വലിയ സമരം കൊണ്ടുവന്നായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത്. കർഷക കൊണ്ടുവന്നിട്ട് ബില്ല് പിൻവലിക്കേണ്ടി വന്നു മോദി സർക്കാരിന്. പക്ഷെ ആ ബില്ല് വളരെ ഭംഗിയായിട്ട് തന്നെ ബില്ല് അവതരിപ്പിക്കാതെ തന്നെ അതെല്ലാം നടപ്പാക്കിയെടുത്തു മോദി സർക്കാർ. എങ്ങനെയാണ്? ഞാനത് പണ്ടും പറഞ്ഞിട്ടുണ്ട് ആ ഉദാഹരണം. നമ്മൾ ഈ മരുന്ന് കഴിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഈ കൈപ്പൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇച്ചിരി മധുരം ചാലിക്കും അതില്, എന്നിട്ട് 1 സ്പൂണായിട്ട് കൊടുക്കില്ല, അവൻ കഴിക്കത്തില്ല. അപ്പൊ നമ്മൾ ഒരു ചെറുതായിട്ടൊന്ന് വായിലിറ്റിച്ചു കൊടുക്കും, അവൻ കഴിച്ചോളൂ. അത് ഇച്ചിരി കഴിയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ കൊടുക്കും, കഴിക്കും. 1 സ്പൂൺ മുഴുവൻ കഴിച്ചോളും. കുറച്ച് ഇച്ചിരി മധുരം ചേർത്ത് കൊടുത്താൽ മതി. ആ പണി തന്നെയാണ് ഈ കാർഷിക നിയമത്തിന്റെ കാര്യത്തിൽ മോദി സർക്കാർ ചെയ്തത്. ഒറ്റയടിക്ക് കൊടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് പ്രശ്നമായി. ഘട്ടമായിട്ട് പുള്ളി വേറെ പല രൂപത്തിലും ഇച്ചിരി സ്പൂണിനകത്താക്കി വായിലോട്ട് വെച്ചു കൊടുത്തു.
കർഷക സമരത്തിനും ആളില്ല, ഒന്നുമില്ല. കാരണം ചെറുകിട കർഷകരൊക്കെ ഹാപ്പിയായി. കാരണം അവർ ഈ വലിയ മാഫിയയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പൊ അതുകൊണ്ട് സമരത്തിന് ഒന്നും ആളില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പറയും ഞങ്ങൾ സമരം ചെയ്യുന്നു, വലിയ കാര്യമൊന്നുമില്ല. ആകെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമാണ് ആ വാർത്ത കൊടുക്കുന്നത്. യൂട്യൂബർമാരായ നമ്മൾ പോലും ആ വാർത്ത എടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിനകത്തെ കാര്യം. അപ്പം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പ് അത് ഒരു വലിയ രീതിയിലുള്ള ഒരു പൊതുജന സമ്പർക്ക പരിപാടിയിലൂടെ ഇതിന്റെ കാര്യകാരണങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അതിന് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ രാജ്യത്തുള്ള MPDകൾ മുഖേന അതിനൊരു വലിയ രീതിയിലുള്ള സെമിനാറുകളും മറ്റും നടത്തി ജനങ്ങളുടെ സംശയങ്ങൾ കൊടുക്കാമായിരുന്നു. വർക്ക്ഷോപ്പുകളെ വിളിക്കുക, എല്ലാ വർക്ക്ഷോപ്പിന്റെയും ഓണർമാരെ വിളിക്കുക, അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക, ഇല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇത് ഇങ്ങനെയൊക്കെയാണ്. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്യുവർ പെട്രോൾ അല്ല കിട്ടുന്നത്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ എഥനോളും മറ്റ് പാരമ്പര്യേതര ഊർജ്ജം കലർത്തിയ പെട്രോൾ തന്നെയാണ് എല്ലായിടത്തും കിട്ടുന്നത്. പക്ഷെ അത് ഇവിടെ വലിയ സംഭവമൊന്നും അല്ല ഈ സാധനം. രണ്ടാമത്തെ കാര്യം, ഇപ്പൊ ഈ വാഹന നിർമ്മാതാക്കൾ ബജാജ്, ഹോണ്ട, അവരുടെയൊക്കെ നിർമ്മാതാക്കളുടെ പ്രതിനിധികൾ വന്ന് ഡൽഹിയിൽ ഒരു പത്രസമ്മേളനം നടത്തി കുറച്ചു നാൾക്ക് മുമ്പ്. അവര് പറഞ്ഞു ഈ വാഹനങ്ങൾക്ക് കംപ്ലൈന്റുകളൊന്നും ഇതൊഴിച്ചാൽ വരില്ല, ലോകത്തെല്ലാ വാഹനങ്ങളും ഇങ്ങനെ ഒരു മിശ്രിതം കൂടെ കലർത്തി തന്നെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ പക്ഷെ അത് വന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു അവബോധം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് വാഹന നിർമ്മാതാക്കളുമായി സംസാരിച്ച് ഇത് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഇത് ഭംഗിയായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പാക്കും. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നടപ്പാക്കാനുള്ളതേ ഉള്ളൂ. ഒന്ന്, പെട്രോളിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സെക്ഷൻ വെക്കുക, E20ക്ക്, E85ന്, E100, അങ്ങനെ 4 സെക്ഷൻ, 4 ക്യാബിൻ അതിൽ വന്നു കഴിഞ്ഞാൽ പെട്രോൾ വേണ്ടവൻ പെട്രോൾ അടിക്കണം. അപ്പോൾ എന്ത് പറ്റണം? അന്താരാഷ്ട്ര വില ക്രൂഡ് ഓയിലിന് വർദ്ധിക്കുകയാണെങ്കിൽ ആ വില അവൻ ഇവിടെ കൊടുക്കണം. കാരണം ഈ കമ്പനികൾ നഷ്ടം സഹിച്ചു വന്നിട്ട് നമുക്ക് പെട്രോൾ അടിച്ചേണ്ട ആവശ്യമില്ലല്ലോ, ആരും ചെയ്യാറുമില്ല. ആരെങ്കിലും നഷ്ടം സഹിച്ചു വന്നിട്ട് കച്ചവടം ചെയ്യൂ? ഇല്ല. അപ്പോൾ അവർക്ക് ആ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിലിന് എന്താണോ വില അതനുസരിച്ചിട്ട് ചൈനയിൽ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ പമ്പിന്റെ മുമ്പിൽ ഇങ്ങനെ ഈ എഴുതി കാണിക്കും അപ്പോഴെപ്പോഴുള്ള ക്രൂഡ് ഓയിലിന്റെയും പെട്രോളിന്റെയും വേരിയേഷൻസും വിലയും അതേപോലെ എഴുതി കാണിക്കണം. ഇപ്പോഴത്തെ വില ഇതാണ്, അടിച്ചോ. ഇച്ചിരി കഴിഞ്ഞാൽ കൂടായിരിക്കും, കുറയും. നമ്മുടെ ഡോളർ എങ്ങനെയാണ് നമുക്ക് കട്ട് ചെയ്ത് ഇന്ത്യൻ മണീസിൽ കിട്ടുന്നത്, അതേപോലെ തന്നെയാണ് അവർ ഇതേപോലെ കൊടുക്കുക. അപ്പോഴെന്ത് പറ്റും? സ്വാഭാവികമായിട്ട് പൈസ കുറവുള്ളവന് ഇല്ലെങ്കിൽ പൈസ കുറച്ച് മതി, മൈലേജ് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് E20യിലേക്ക് മാറണം. ഇനി മൈലേജ് കുറയുന്നത് ഒരു യാഥാർത്ഥ്യമായിരിക്കാം, അത് കള്ളമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, യാഥാർത്ഥ്യം തന്നെ ആയിക്കോട്ടെ. ഇനി ഇത് മുമ്പോട്ട് പോകുന്തോറും ഇതിനകത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ നടക്കില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, മുൻകാലങ്ങളിൽ ഇറങ്ങുന്ന ബൈക്കിന് എത്ര മൈലേജ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ? 40 കിലോമീറ്റർ മൈലേജ് ആയിരുന്നു. മുൻകാലങ്ങളിൽ ഇറങ്ങുന്ന കാറുകൾക്ക് എത്ര മൈലേജ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ? ഇന്ന് അതാണോ മൈലേജ്? മാരുതി കാറിന്റെ ഒരു കാറ് 35 കിലോമീറ്റർ മൈലേജ് 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ. പണ്ട് നമുക്കത് ചിന്തിക്കാൻ കഴിയുമായിരുന്നു? പണ്ട് നമ്മൾ ഏതെങ്കിലും വണ്ടിയുടെ മൂട്ടിക്കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് നെഞ്ചത്തടിച്ച് നമ്മൾ മരിക്കില്ലായിരുന്നു. ഇന്ന് ഏതെങ്കിലും വണ്ടിക്ക് അത് കൊച്ചു കാറാണെങ്കിൽ പോലും ഇതില്ലേ, ബാഗില്ലേ, നമ്മൾ എയർ ബാഗ് ഇല്ലേ, നമ്മളെ സേഫ്റ്റി നമ്മളത് ചിന്തിച്ചിരുന്നു. അങ്ങനെ ഒരു സംവിധാനം വരുമെന്ന് കണ്ടിരുന്നു. അപ്പൊ എന്തൊരു കാര്യം വന്നാലും അത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അതിൽ ഡെവലപ്മെന്റ്സ് നടക്കും, ഒരുപാട് ഡെവലപ്മെന്റ്സ് നടക്കും. ഇപ്പൊ ഈ ഇലക്ട്രിക്കൽ കാർ ആദ്യം ഇറങ്ങുമ്പോൾ എന്തായിരുന്നു? ആദ്യം ഇറങ്ങുമ്പോൾ ഈ ചിദംബരം തന്നെയാണ് പാർലമെന്റ് ചോദിച്ചത്, തള്ളാൻ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. പാർലമെന്റ് BJP-കാരോട് ചോദിച്ചത്, തള്ളാൻ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു. ഇന്ന് എന്ത് പറ്റി? ഇന്നിപ്പോ കഴിഞ്ഞ ദിവസം ഈ ടാറ്റ കമ്പനിക്കാർ ഒരു കാർ ഇറക്കി, 625 കിലോമീറ്റർ മൈലേജ് ഒറ്റ ചാർജിന്. 625 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കേരളത്തിൽ തെക്കോടൊക്കെ ഒരു തവണ പോയിട്ട് വരാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ അങ്ങനെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നു. ബെൻസ് കമ്പനി കാർ ഇറക്കിയിട്ടുണ്ട്. BYD ഇപ്പൊ പുതിയൊരു കാർ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നു, 1200 കിലോമീറ്റർ മൈലേജ് ആണ് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഓരോ തവണയും പരീക്ഷണമാണ്. എനിക്ക് തോന്നുന്നു 2-3 വർഷത്തിനകം തന്നെ ചിലപ്പോൾ ഒറ്റ ചാർജിന് 1000 കിലോമീറ്റർ മുകളിൽ കെട്ടുന്ന ചെറുകിട കാറുകൾ ഇറങ്ങും. സാധാരണപ്പെട്ടവനുള്ള വൻകിടക്കാരല്ല, ചെറുകിട കാറുകൾ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി ഈ നമ്മുടെ ഇപ്പോഴുള്ള വണ്ടികൾക്ക് ഒരു നിയമം കർശനമായി കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇന്ത്യയിൽ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റുമെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. 15 വർഷമുള്ള ഒരു വണ്ടിയുടെ ആയുസ്, പിന്നെ നമ്മളത് നീട്ടി എടുക്കുന്നതാണ്. ഒരു സ്ട്രിക്റ്റ് ഓർഡർ ഇപ്പൊ ഡൽഹിയിൽ കൊണ്ടുവന്നത് പോലെ ഇത്ര വർഷം കഴിഞ്ഞ വണ്ടിക്ക് ഇനി പെട്രോൾ ഇല്ല, ഇത്ര വർഷം കഴിഞ്ഞ വണ്ടി ഇനി റോഡിൽ കൊണ്ട് നടക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തീരും. നമ്മളാരെങ്കിലും നമ്മൾ കുറെ തെറി വിളിക്കും, മോദി ആണെങ്കിൽ മോദി, ഇല്ലെങ്കിൽ യോഗിയാണെങ്കിൽ യോഗി, ആരെങ്കിലും നമ്മൾ ചീത്ത വിളിക്കും എന്ന കാര്യം ഉറപ്പാണ്. ചീത്ത വിളിച്ചാലും നമ്മൾ ഈ വണ്ടി കൊണ്ടുപോയി അടുത്ത വണ്ടി നമ്മൾ വാങ്ങും. അപ്പൊ ഇതാണ് ഇത് നടക്കുന്നത്. കാരണം ഇത് ഇങ്ങനെ ഒരു പരിവർത്തനങ്ങൾ എങ്ങനെയാണ് വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പോ ജനങ്ങൾക്ക് ഒരു അവയർനെസ് കൊടുക്കേണ്ട അനിവാര്യമാണ്. കാരണം ധനുഷ് പറഞ്ഞത് കണക്ക് 40 കോടി വാഹനങ്ങളോ മറ്റോ ആണ് അല്ലെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, 40 കോടി വാഹനങ്ങൾ. ഇനിയിപ്പോ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വലിയ റവല്യൂഷൻ നടക്കുന്നുണ്ട്, അത് പല മാധ്യമങ്ങളും കാണുന്നില്ലെന്നേ ഉള്ളൂ. ട്രക്കുകളും ബസ്സുകളും ഇപ്പോൾ ഇലക്ട്രിക്കലിലേക്കും ഹൈഡ്രജനിലേക്കും മാറിക്കഴിഞ്ഞിരിക്കും. കാരണം ട്രക്കും ബസ്സും
ഒരു പെട്രോളിന് പകരം ഒരു ഊർജത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പകുതി സമ്പദ് വ്യവസ്ഥ രക്ഷപ്പെട്ടു. കാരണം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ പ്രൈവറ്റ് വാഹനങ്ങളെ അല്ല, ചരക്ക് ഗതാഗതത്തെയാണ്. ആ ചരക്ക് ഗതാഗതത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ ബാക്കി പ്രൈവറ്റ് വാഹനം വണ്ടി വാങ്ങുന്നവൻ ആരെങ്കിലും 40 ലക്ഷത്തിന്റെ വണ്ടി വാങ്ങിയിട്ട് 40 ലക്ഷമായെന്ന് മതി ഏതെങ്കിലും വണ്ടി കമ്പനി ഇത്ര വിളിക്കും നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. 40 ലക്ഷം ഉള്ളവനെ അത് വാങ്ങാൻ പോകാറുള്ളൂ. 5 ലക്ഷം രൂപ ഉള്ളവന് 5 ലക്ഷം രൂപയുടെ കാറേ എടുക്കൂ. അല്ലാതെ അവൻ പറയാറുണ്ടോ എന്തൊരു വിലയായത് ഈ ബെൻസിനൊക്കെ എന്ന് ആരെങ്കിലും ചോദിക്കുന്നു? നമ്മളാരും കേട്ടിട്ടില്ല. ഇവിടെ പൈസ ഉണ്ടെങ്കിൽ എടുത്താൽ പോരെ ആ വണ്ടി എന്നല്ല നമ്മൾ ചോദിക്കത്തുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ കേന്ദ്ര സർക്കാർ ഇത് എന്തായാലും ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇത് ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലോ ഏതെങ്കിലും ഒരു പ്രവിശ്യയിലോ അത് ഇത് ചെയ്യുക. ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഓരോ മേഖലയിലുള്ള ഒരു 100 വണ്ടികളെ ഇതൊരു ടെസ്റ്റ് എന്ന നിലയിലേക്ക് ഇത് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു അവയർനെസ് കൊടുക്കുക. അവയർനെസ് കൊടുക്കാൻ ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട്. സോഷ്യൽ മീഡിയ വഴി അവയർനെസ് കൊടുക്കാം, കോളേജുകൾ കേന്ദ്രീകരിച്ച് സെമിനാറുകൾ നടത്താം, MVD മുഖാന്തരം അതിനുള്ള അവയർനെസ് കൊടുക്കാം, ഈ വർക്ക്ഷോപ്പുകാരെ കംപ്ലീറ്റ് വിളിച്ചിട്ട് അവർക്ക് ഒരു ക്ലാസ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് ധനുഷ് ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇത് കറക്റ്റ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് ഓയിൽ മാഫിയ, അതായത് ഈ പെട്രോൾ മാഫിയ ഉണ്ട് ലോകത്ത്, അവര് ഒന്നാം പ്രതിയാണ്. രണ്ടാമത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ സ്പെയർ പാർട്സുകാർ, അവരെ സംബന്ധിച്ച് ഈ സ്പെയർ പാർട്സ് വിറ്റഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എന്ത് പറ്റും? നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ആ വർക്ക്ഷോപ്പുകാരൻ പറയുന്നല്ലേ നമ്മൾ കേൾക്കുന്നത്? നമുക്കറിയാവോ വണ്ടിയുടെ എന്തൊക്കെയാണ് കംപ്ലൈന്റ് എന്ന്? അവൻ നോക്കുമ്പോൾ 1000 രൂപ ഈ വർക്ക്ഷോപ്പ് ഈ സ്പെയർ പാർട്സ് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം 200 രൂപ കമ്മീഷൻ കിട്ടും. അപ്പൊ അവൻ നോക്കുമ്പോഴത്തേന് ഒന്നും കാണത്തില്ല, ക്ലച്ച് കേബിൾ പൊട്ടിയതായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ആക്സിലേറ്ററിന്റെ കേബിൾ പോയതായിരിക്കും. എത്ര രൂപ വരും? അവനത് പറയും, അതിന്റെ അത് പോയി ഇത് പോയി മറ്റേത് പോയി മറിച്ച് പോയി. അക്കൂട്ടത്തിൽ അവൻ നോക്കുമ്പോൾ പറയും, E20 ആണ് അടിക്കുന്നത് കേട്ടാ, തൽക്കാലം ഞാൻ വേറൊരു സുനാപ്പി ഇട്ട് ശരിയാക്കി തരാമെന്ന് പറയും. അങ്ങനെ 1000 രൂപ നമ്മുടെ ഈ സാധനങ്ങൾക്ക് മാത്രം അവൻ വാങ്ങും. ആ സാധനം നമ്മുടെ അവൻ പറയുന്ന മറ്റൊരു ഡയലോഗുണ്ട്, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി, ഞാൻ എഴുതി തരാമെന്ന് പറയും, മരുന്ന് എഴുതി തരുന്നതൊക്കെ. അവന്റെ ബുദ്ധി എന്താന്ന് വെച്ചാൽ നമ്മളപ്പോ വിചാരിക്കണം, സത്യസന്ധൻ, നമ്മൾ തന്നെ പോയി മേടിക്കാമല്ലോ എന്ന്. 1000 രൂപ സ്പെയർ പാർട്സ് കടയിൽ എത്തുമ്പോൾ 200 രൂപ വൈകുന്നേരം ഇവന് കിട്ടും. അവന് വലിയ പണി ചെയ്യാതെ വൈകുന്നേരം ഒരു ജവാൻ അടിക്കാനുള്ള പൈസ അവൻ ഒപ്പിക്കും. അതിന്ന് അത് പണിയെടുക്കുന്ന പൈസ വീട്ടിലും കൊടുക്കാം, എക്സ്ട്രാ പൈസ ഇങ്ങനെയും കിട്ടും. ഇതാണ് നടക്കുന്ന സംഭവം ഇവിടെ നടക്കുന്നത്. ഒരു വണ്ടി സർവീസ് സ്റ്റേഷനിലും അങ്ങനെ തന്നെയാണ്. നമുക്കറിയില്ല, കാരണം വണ്ടിയുടെ ഈ എഞ്ചിനീയറിംഗ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിനീയർ ആയിട്ട് പോയില്ലേ, നമ്മൾ ഈ പണിക്ക് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഒരു ഇപ്പൊ നടത്തുന്ന നീക്കം ഇതൊരു വായടപ്പിക്കുന്ന നീക്കം തന്നെയാണ് ഈ പ്രതിഷേധിക്കുന്നവർക്ക്. കാരണം അത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പാക്കും. ലോകത്തെല്ലാ രാജ്യത്തും ഇതുപോലുള്ള പാരമ്പര്യേതര ഊർജ്ജങ്ങൾ കൂടി കലർത്തിയാണ് പെട്രോൾ ഓടുന്നത്. പ്യുവർ പെട്രോൾ കൊടുക്കുന്ന രാജ്യങ്ങളിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണ്ടാകുമായിരിക്കുക. കാരണം അവർക്ക് ഇഷ്ടംപോലെ കുഴിച്ചെടുക്കാനുണ്ട്. ഇവിടെ കുഴിച്ചെടുക്കാനില്ല. പല നാട്ടിൽ നിന്നും ഇവിടെ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമ്മുടെ ടാങ്കിൽ ഒഴിക്കാൻ കഴിയൂ.